യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടത് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആമേൻ. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്? സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഏത് കാര്യമാണ് നമ്മുടെ അകത്ത് സന്തോഷം തരുന്നത്? ഇവിടെ നോക്കണമേ, ശിഷ്യന്മാർക്ക് സന്തോഷമുണ്ടായി. എപ്പോഴാണ് സന്തോഷം ഉണ്ടായത്? കർത്താവിനെ കണ്ടിട്ട്. ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചാട്ടെ, എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? ഏത് കാണുമ്പോഴാ? ഏത് ലഭിക്കുമ്പോഴാ? എന്ത് പ്രാപിക്കുമ്പോഴാ? കാലം അതിൻ്റെ അന്ത്യത്തിലാണ്. 90% പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇനി ഒരു പ്രവചനം അല്ലെങ്കിൽ അവൻ ഇനിയെല്ലാം നാം കാത്തിരിക്കുന്ന ഒന്നിനു വേണ്ടിയാണ്. അവൻ മേഘാരൂഢനായി വരും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഹല്ലേലൂയ ഇറങ്ങി വരുന്ന അവനൊരു ദിനമുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ നാം ഇവിടെ ആയിരിക്കുന്ന ഈ ആരാധനയിൽ സംബന്ധിച്ച് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ ഉറപ്പിന് ഉറപ്പ് കൊണ്ടൊന്നുമല്ല നാം ഇവിടെ ആയിരിക്കുന്ന പകലിൽ. നാം ഇവിടെ ആയിരിക്കുന്നത് ആ കർത്താവിനെ കാണണമെന്നുള്ള, ആ കർത്താവിനെ അറിയണമെന്നുള്ള, ആ കർത്താവിനോട് ചേർന്ന് നടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഈ മെസ്സേജിന്റെ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി സംസാരിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കുക, യേശു കർത്താവ് 20-ാം വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെ, ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്താണ് പറഞ്ഞത്? അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചിട്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരമായപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുവിന്റെ ഉയർപ്പ് നിമിത്തം അവൻ ശബത്ത് എന്നുള്ള വസ്തുത മാറി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഉയർപ്പിൻ്റെ ദിനം ആരംഭിപ്പാനിടയായി. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും ഓരോ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസവും നമുക്ക് ഉയർപ്പിൻ്റെ ദിനമാണ്. നോക്കണം, ഇവിടെ സംഭവിച്ചത് ആ അധ്യായം പഠിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ, അതായത് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം, അന്ന് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. ഇന്ന് പകൽ അവിടെ നിന്നോടൊരു ദൂത് പറയാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഓരോ പൈതലിനോട് സംസാരിപ്പാൻ ദൈവത്തിന് ഉത്തരമുണ്ട്. ദൈവത്തിന് അവരോട് പറയാൻ സന്ദേശമുണ്ട്. ഉയർപ്പിന്റെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് മാറിപ്പോയൊരു ദൈവമല്ല. ഹല്ലേലൂയ. ചിലരെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് അവന് റൂമിനകത്ത് വാതിലടച്ച് അവനെ കാത്തിരുന്ന ശിഷ്യന്മാരെ നടുവിൽ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് സംസാരിച്ചൊരു ദൈവം ഇന്ന് പകലിൽ എന്റെ ശബ്ദത്തെ കേൾക്കുന്ന ദൈവമേതലെ, ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം അവൻ മറ്റെല്ലാം മാറ്റിവെച്ച് പലതിന്റെയും നടുവിൽ സ്തോത്രം ഒരു സാധ്യതയും കാണാതെ ചിലപ്പോൾ ഒരു റൂമിനകത്ത് പലതും അകത്ത് ഭാരത്താൽ നിറഞ്ഞ് ഭയത്താൽ നിറഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്തെന്നറിയാതെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുക, അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. അല്പസമയം അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുമില്ല, അല്ലേ? ആ അധ്യായം ആരംഭിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിൻ്റെ സ്തോത്രം രാവിലെ നടന്ന സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം കല്ലറയിലേക്ക് പോയ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അല്ലേ? സ്തോത്രം കല്ലറയിലേക്ക് പോയ സ്ത്രീകൾ ചെന്നപ്പോൾ കല്ലറ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി
ഉരുട്ടി മാറ്റിക്കളഞ്ഞു. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ, നീ എന്ത് കാണണമെന്ന് ചിന്തിച്ച് കടന്നുപോയോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ കല്ലറയിലേക്ക് അരുമനാഥനെ കാണാൻ വേണ്ടി കടന്നുപോയ, അവന് സുഗന്ധദ്രവ്യം ഇടാൻ വേണ്ടി കടന്നുപോയ സ്ത്രീകൾക്ക് മാറ്റാൻ കഴിയാത്ത കല്ലിനെ ഉരുട്ടി മാറ്റിക്കളഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് അർപ്പിക്കുക. അവൻ കല്ലിനെ ഉരുട്ടി മാറ്റി കളയുന്നവനാണ് ദൈവം. പ്രതിസന്ധിയെ ഉരുട്ടി മാറ്റി കളയുന്നവനാണ് ദൈവം. എന്നാൽ നമ്മുടെ ചിന്ത വിഷയം അതല്ല. സ്തോത്രം. നോക്കണമേ, എന്താണ് നമ്മെ സന്തോഷിപ്പിക്കുന്നത്? ശരിയാ, ഇവർ വളരെ ആമേൻ, സ്തോത്രം, ചിന്തയോടെ ആ കല്ലറയ്ക്കലേക്ക് ചെല്ലുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി മാറ്റി കളയും. അവർ ചെല്ലുമ്പോഴേക്കും ആ വലിയ കല്ല് ഉരുട്ടി മാറ്റിക്കളഞ്ഞിരുന്നു. ഇന്ന് പകലിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും നമ്മുടെ അകത്തെ ചിന്ത അതാണ്. ഹല്ലേലൂയ, ആമേൻ. എവിടുന്നാണ്, ആരാണ് നമ്മെ സഹായിക്കുന്നത്? ഏത് വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ്, ഏത് ഉത്തരമാണ് നമുക്ക് അനുകൂലമായി വെളിപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, അതല്ല നമുക്ക് ആത്യന്തിക സന്തോഷം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്തളത്തിൽ ഒരു ഉറപ്പുണ്ട്. യെസ്, എൻ്റെ പ്രതിസന്ധി മാറും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ വേദന മാറും, എൻ്റെ ശൂന്യത മാറും, എൻ്റെ കടഭാരം മാറും, എൻ്റെ തലമുറകളുടെ വിഷയത്തിൽ മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കും. യെസ്, ദൈവം അത് ചെയ്യാൻ വിശ്വസ്തന. നീ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ഒരുക്കത്തോടെ ദൈവപാദപീഠത്തിലേക്ക് വരുമ്പോൾ നിനക്ക് വേണ്ടി ചില കല്ലുകളെ അവൻ ഉരുട്ടിക്കളയും. അതിൻ്റെ മുകളിൽ അവൻ കയറിയിരിക്കും. പക്ഷെ എന്നാൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവിടെ എഴുതിയിട്ടില്ല അവർ സന്തോഷിച്ചെന്ന്. ഉണ്ടോ? ഇല്ല. ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതാകരുത് നമ്മുടെ കാരണം സന്തോഷിപ്പാൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുക, ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ അവർ കണ്ടു. പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം ഇതാ. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ഹാപ്പിയാണ്. എന്നാൽ അതാകരുത്. അതിൻ്റെ അപ്പുറത്ത് ചിലതുണ്ട്. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ആമേൻ, സഹോദരിമാർ കടന്നുപോയപ്പോൾ അവരൊരു വിടുതൽ കണ്ടു. ശരിയാ, അവരൊരു ദൈവപ്രവൃത്തി കണ്ടു. ശരിയാ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത, ഇതുവരെ സാധ്യതയില്ലാത്ത ഒരു ദൈവപ്രവൃത്തി അവർ കണ്ടു. ശരിയാ, ഇന്ന് പകൽ ഇവിടെ എന്നെയും നിങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിക്കാത്ത, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സാധ്യതയുമില്ലാത്ത എത്രയോ മറുപടികൾ ദൈവം ചെയ്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ബോധ്യമുള്ളവർ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ശരിയാ, വാസ്തവമാ. ഇനി അധ്യായം പരിശോധിച്ചു വരുമ്പോൾ അത് മാത്രമല്ല, ആമേൻ, സ്തോത്രം. നോക്കണമേ, അതിൻ്റെ ആമേൻ 20-14 വാക്യം നോക്കി വായിച്ചോട്ടെ. ഇത് പറഞ്ഞ് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞിട്ടില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. ആമേൻ. നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ആമേൻ ഖണ്ഡികയിൽ ആമേൻ, സ്തോത്രം, സ്ത്രീകളുടെ 2-3 പേര് നമ്മൾ ചിന്തിച്ചു. മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ആമേൻ, തുടങ്ങി മറ്റു സ്ത്രീകൾ ഒരുമിച്ച് അങ്ങോട്ട് ചെന്നത്. അവർ ചെന്നപ്പോഴത്തേക്ക് പ്രതിസന്ധി മാറി. കല്ല് ഉരുട്ടി മാറ്റിക്കളഞ്ഞു. യേശുവിനെ കണ്ടില്ല, പക്ഷെ ഒരാൾ അവിടുന്ന് പോയില്ല. ആരാത്? മഗ്ദലക്കാരത്തി മറിയ. കാരണം അവൾക്ക് മനസ്സിലായി, എനിക്ക് ഇതുകൊണ്ട് തൃപ്തിയാകുന്നില്ല, എൻ്റെ ഉള്ളം ഇതുവരെ സന്തോഷിച്ചില്ല. ഹല്ലേലൂയ. അവൾ കാത്തിരിക്കുക. ഇന്ന് പകൽ ദൈവവേദനയെ ഞാൻ ഒരു കാര്യം പറയാം. അവൻ വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, പലരും ചെറിയൊരു മറുപടി കിട്ടിയിട്ട് മടങ്ങിപ്പോയവരുണ്ട്, ചെറിയൊരു വിടുതൽ കിട്ടിയിട്ട് മടങ്ങിപ്പോയവരുണ്ട്. ആമേൻ. അല്ലെങ്കിൽ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ചിലരെ അപ്പം തിന്നാൻ മാത്രം വന്നു, ചിലരെ അത്ഭുതം കാണാൻ മാത്രം വന്നു, ചിലരെ പുരുഷാരത്തോട് കൂടെ അവൻ സഞ്ചരിപ്പാൻ വന്നു. എന്നാൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ വിട്ടിട്ട്
ഞങ്ങൾ എവിടെ പോകും? നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാം, ദൈവമേ, അവൻ പലരും മാറിപ്പോകും. പലരും ചില വിടുതലുകൾ കണ്ട്, അല്പമായ മറുപടികൾ കണ്ട്, അല്പമായ നന്മ പ്രാപിച്ച് അവൻ യേശുവിനെ വിട്ട് മാറിപ്പോകുന്നവരാകാം. എന്നാൽ ഇവിടെ നോക്കണമേ, ഒരുവൾ കാത്തിരിക്കുക, എനിക്ക് അവനെ ഒന്ന്. അപ്പോൾ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവനോട് ചോദിക്കുക, നീ ആരെ തിരയുന്നു? നോക്കണമേ, മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ തിരയുക, യേശുവിനെ തിരയുക. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ആ ആഗ്രഹം ആർക്കുണ്ട്? ഇന്ന് പകൽ ആത്മാവിൽ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുക. നീ മറുപടിയാണോ തിരയുന്നത്? നീ ഉത്തരമാണോ തിരയുന്നത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണോ നീ തിരയുന്നത്? അതോ നീ യേശുവിനെയാണോ തിരയുന്നത്? പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനെ അറിഞ്ഞിട്ടും തിരയുന്നത് എന്താ? യേശുവോട് ചോദിക്കുക, നീ ആരെ? ഇന്ന് പകലിൽ ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവമേതലേ, നീ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം. നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ, നിന്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ നീ ഏകനായി നിൽക്കുന്ന വ്യക്തിയാകാം, ആരും കൂടെയില്ലാത്ത വ്യക്തിയാകാം. എന്നാൽ അതിന്റെ നടുവിൽ നീ കർത്താവിനെ തിരഞ്ഞാൽ, കർത്താവിന് വേണ്ടി നീ സ്റ്റെപ്പ് വെച്ചാൽ, നിന്റെ അടുക്കൽ അവൻ ഇറങ്ങി വരും. അടുത്ത വാക്യം ഒന്ന് വായിച്ചോട്ടെ. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് ആരെ തിരയുന്നു ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചു. നോക്കണം, യേശു അവളോട് ചോദിക്കുക, സ്ത്രീയെ നീ. എന്ത് മനോഹരമായ ചോദ്യം അല്ലേ? നീ കരയുന്നത് എന്ത്? പുറമെ കണ്ണുനീർ വന്നില്ലെങ്കിലും അകത്ത് കരയുന്ന, ഹല്ലേലൂയ, എന്നോടും നിങ്ങളോടും അവൻ ദൈവം ഈ ചോദ്യം ചോദിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, അവൻ സ്തോത്രം. ജീവിതത്തിന്റെ മേഖലകളിൽ അവൻ കണ്ണുനീർ വാർക്കുന്നവരാകാം, വേദന അനുഭവിക്കുന്നവരാകാം, ദുഃഖം അനുഭവിക്കുന്നവരാകാം. അവൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നീ കരയുന്നതെന്ത്? മകനെ, മക്കളെ, നീ കരയുന്നതെന്ത്? അവൻ ഈ ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ ആരെ തിരയണം? കർത്താവിനെ തിരയണം. നോക്കണം, ഈ രണ്ട് സംഭവങ്ങൾ അന്ന് നടക്കുകയാണ്. അവൻ യേശുവോട് സംസാരിക്കുന്നു. അവൻ അത് കഴിഞ്ഞിട്ട് അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ യേശുവിനെ അവൾ തൊടാൻ ആഗ്രഹിക്കുന്നു. അവൻ സ്തോത്രം. അതെല്ലാം അവൻ അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചോട്ടെ. മഗ്ദലക്കാരത്തി മറിയ വന്നു താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ എങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു. ആമേൻ, സ്തോത്രം. മഗ്ദലക്കാരത്തി മറിയ വന്ന് ഇങ്ങനെ അറിയിച്ചു, താൻ ആരെ കണ്ടു? താൻ കർത്താവിനെ കണ്ടു. അന്ന് നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പേടിച്ചിരിക്കുക, യഹൂദന്മാരെ പേടിച്ചിരിക്കുക. കാരണം എന്താ? തങ്ങളുടെ കൂടെ നടന്ന കർത്താവ്, അത്ഭുതങ്ങളെ ചെയ്തവൻ, അധികാരം വെളിപ്പെടുത്തിയവൻ, രോഗികൾക്ക് സൗഖ്യം നൽകിയവൻ, 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചവൻ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, അവർക്ക് വേണ്ടി സകലതും ചെയ്ത അരുമനാഥൻ, അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അവര് കണ്ടില്ല. സ്തോത്രം. മറുപടിയുണ്ട്. ആമേൻ, സ്തോത്രം. ഉത്തരമുണ്ട്. ഹല്ലേലൂയ. കേൾവിയുണ്ട്. മഗ്ദലക്കാരത്തി മറിയ വന്ന് പറഞ്ഞതുണ്ട്. പക്ഷെ അവരിപ്പോഴും പേടിച്ചിരിക്കുക, വാതിലടച്ച്, യഹൂദന്മാരെ പേടിച്ച്. അന്നേ ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വൈകുന്നേരം സന്ധ്യയായപ്പോൾ അവർ കാത്തിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ചില നാളുകളായി മറുപടി കാണാതെ, ഉത്തരം കാണാതെ, വിടുതൽ കാണാതെ ആശയറ്റവരായി ഭാരപ്പെടുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പ്രഭാതത്തിൽ നിനക്ക് ചിലപ്പോൾ മറുപടി ലഭിച്ചെന്ന് വരത്തില്ല, മധ്യാഹ്നത്തിൽ ലഭിച്ചെന്ന് വരത്തില്ല. എന്നാൽ അന്ന് വൈകിയപ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ അവരെഴുന്നതിന്റെ നടുവിൽ അവൻ ഇറങ്ങി. ഇരുന്നതിൻ്റെ നടുവിൽ, അങ്ങനല്ലേ ആ വാക്യം എഴുതിയിരിക്കുന്നത്. അവർ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. ഈ പദത്തിന് വളരെ അർത്ഥമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, നടുവിൽ
അവൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവൻ. അവൻ ഭൂഗോളത്തിന്റെ മധ്യാർത്ഥത്തിൽ നടുവിൽ അവൻ ക്രൂശിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അവൻ സ്തോത്രം 2-3 പേർ കൂടി വന്നത് നടുവിൽ അവനുണ്ട്. അവരുടെ നടുവിൽ അവൻ ഇറങ്ങി. എന്താ അർത്ഥം? ആ വിഷയത്തിന്റെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങി. ഇന്ന് പകലിൽ അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ ഇറങ്ങുക. ഹല്ലേലൂയ. അവനുണ്ട്. പലപ്പോഴും ആമേൻ സ്തോത്രം 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ മറുപടി കണ്ടില്ല എന്ന് കരുതി അവനെ കാത്തിരിക്കുന്ന നിർത്തരുത്. അവരെ നടുവിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. അത് കഴിഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. അടുത്ത വാക്യം, അടുത്ത ഭാഗം ഇങ്ങനെ, കർത്താവിനെ കണ്ടിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, യേശു കർത്താവ് അവരെ കാണിച്ചത് എന്താണെന്നറിയാമോ? കയ്യും വിലാപ്പുറവും. പക്ഷെ അവർ കർത്താവിനെ മൊത്തത്തിലാണ് നോക്കി, അല്ലേ? അവരെ കയ്യിലേക്കും വിലാപ്പുറത്തേക്കുമുള്ള നോട്ടമല്ല, അതിലപ്പുറമായിട്ട് കർത്താവിനെ നോക്കി. എന്നാൽ ഇന്ന് പകലിൽ എനിക്ക് അവിടെ ഒന്ന് ഓർപ്പിക്കാനൊരു കാര്യമുണ്ട്. നമുക്ക് ഈ സമാധാനം ലഭിപ്പാൻ, നമുക്ക് ഈ സന്തോഷം ലഭിപ്പാൻ തകർക്കപ്പെട്ടത് ആ കരങ്ങളാ. അവൻ തകർക്കപ്പെട്ടത് ആ വിലാപ്പുറമാ. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയാം, ആ കരങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ, ആ വിലാപ്പുറം കാണാൻ തയ്യാറാണെങ്കിൽ, അവൻ നടുവിൽ സമാധാനമെന്ന് പറയുന്ന ദൈവശബ്ദം നമുക്ക് വേണ്ടി വെളിപ്പെടും. അവര് സന്തോഷഭരിതരായി തീർന്നു, അല്ലേ? ആമൻ സ്തോത്രം. ശിഷ്യന്മാർ സന്തോഷിച്ചു. 21-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. യേശു അവരോട് പറഞ്ഞൊരു കാര്യം, അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയും, 2 പ്രാവശ്യം എടുത്തു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അടുത്ത പദം പറയുകയാ, അവൻ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളേണ്ടതിന് അവൻ അവരുടെ മേൽ ഊതി. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമാധാനം പ്രാപിക്കണം. യേശു കർത്താവ് അവൻ കരയേറി പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ക്രൂശീകരണത്തിലേക്ക് കയറുന്നതിന് മുമ്പ്, അവൻ സ്തോത്രം, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരോട് പറയും, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ആമേൻ സ്തോത്രം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ, സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ എന്താവശ്യമാണ്? പരിശുദ്ധാത്മാ. ദൈവത്തിനും സ്തോത്രം ചെയ്യാമോ? അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദൈവിക സന്ദേശം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്ന കാര്യമാണ്. കർത്താവ് ആമേൻ അവരോട് പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ആമേൻ സ്തോത്രം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. ആ ദൈവിക സമാധാനത്തിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്തിനെ പ്രാപിക്കണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവൻ 1-2 ചിന്തകളുടെ വേഗത്തിൽ പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഇവിടെ 20-20 അവൻ ഇങ്ങനെ വായിക്കുന്നു, ശിഷ്യന്മാർ കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ സന്തോഷിക്കണം? അപ്പോസ്തലനായ പൗലോസ് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഫിലിപ്പിയർ 4:4 ഇങ്ങനെ പറയുകയാ, അവൻ ദൈവമക്കളെ, അവൻ സ്തോത്രം, അവന്റെ വരവ് വരെയും ഹല്ലേലൂയ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ, സന്തോഷത്തിൽ ജീവിക്കണമെങ്കിൽ ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെ നൽകിയവരെ അയച്ചത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തളത്തിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവില്ലാത്ത, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാലോ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവൻ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ അവൻ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അവൻ 1-2 വാക്യങ്ങളുടെ വേഗത്തിൽ വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തേക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ആമേൻ. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എങ്ങനെ സന്തോഷിക്കാം? പൗലോസ് പറയുക, പ്രാർത്ഥനയിൽ സന്തോഷമുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓർപ്പിക്കുക. അവൻ കൂട്ടായ്മയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അവൻ മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തുണ്ട്? അവിടെ വെളിപ്പെടുന്ന ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിനെ എങ്ങനെ കാണാം? ഒന്ന്, പ്രാർത്ഥനയിലൂടെ കാണാം. മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിപ്പീൻ, അവൻ നിങ്ങൾക്ക് പ്രതിഫലം തരും. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയാം, എങ്ങനെ കർത്താവിനെ കാണാം? അവൻ കാണുന്നത് എങ്ങനെയാ? കണ്ടാൽ നിനക്ക് സന്തോഷം പ്രാപിക്കുക. എങ്ങനെ കാണാം? പ്രാർത്ഥനയിലൂടെ കാണാം. ഹല്ലേലൂയ. പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്നു. അവനെ കണ്ടപ്പോൾ അവരുടെ ഭയമെല്ലാം മാറി, അല്ലേ? അവനെ കണ്ടപ്പോൾ അവരുടെ അകത്ത് സന്തോഷം വെളിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ അകത്ത് ഭയം മാറാൻ, സന്തോഷം വെളിപ്പെടാൻ ഒന്ന് പ്രാർത്ഥനയെങ്കിലെ സന്തോഷം. ഹല്ലേലൂയ. സമയം മുൻപോട്ട് കടന്നുപോയല്ലോ. ഒരു ഒറ്റ തെളിവ് അതിനുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 12:14 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നോക്കണം, ഇവിടെ രോധ എന്ന പെൺകുട്ടിയാ അവിടെ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യാക്കോബിനെ കൊന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായി. ഹെരോദാവ് അടുത്തതായി പത്രോസിനെ പിടിച്ചുകൊണ്ടിരിക്കുക. സഭ ഒരുമനപ്പെട്ട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്റെ ദൂതനെ കാരാഗ്രഹത്തിൽ അയച്ച് പത്രോസിനെ വിടുവിപ്പാൻ ഇടയായി. ആ പത്രോസ് കടന്നു വന്ന് അവരിയ്ക്കുന്ന വീടിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ആ പടിപ്പുര വാതിൽക്കൽ നിന്നുകൊണ്ട് വാതിലിൽ മുട്ടാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, ഹല്ലേലൂയ, പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത്ര പെട്ടെന്ന് മറുപടി കിട്ടുമെന്ന്. ഇന്ന് പകലിൽ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന സന്തോഷത്തിന്റെ പ്രത്യേകത ഏതാ? നീ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ശത്രു എത്ര വലിയവനാണെങ്കിലും, ശത്രു എത്ര ശക്തനാണെങ്കിലും, അവന്റെ ഭീഷണി എത്ര വലുതാണെങ്കിലും, ഹല്ലേലൂയ, അതിനെ മറികടക്കുന്ന, അതിന്റെ അപ്പുറത്ത് വെളിപ്പെടുന്ന മറുപടി വന്ന് വാതിൽക്കൽ മുട്ടുകയാ. കഥ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കണം. പക്ഷേ സന്തോഷം, നമ്മളിങ്ങനെ കേട്ടു, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, അല്ലേ? സ്തോത്രം. പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന സന്തോഷം. പ്രാർത്ഥനയിൽ നമുക്ക് ആരെ കാണാം? കർത്താവിനെ കാണാം. ശിഷ്യന്മാരങ്ങനെ സന്തോഷിച്ചത്, അവർ കർത്താവിനെ കണ്ടപ്പോഴാ സന്തോഷം. ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പി ലേഖനം 1:18 വാക്യോടെ വായിച്ചാട്ടെ. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവല്ലോ പ്രസംഗിക്കുന്നത്, ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസ് പറയുകയാ, ഏത് വിധമായാലും ആരെ ഉയർത്തുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവമക്കളെ, ദൈവം നമ്മെ ഓർപ്പിക്കുന്നതാണ് വചനത്തിലെ സന്തോഷം. ഹല്ലേലൂയ. ദൈവം നമ്മോട് പിന്നെയും 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 വചനത്തിലൂടെ ഇടപെടുമ്പോൾ, ഹല്ലേലൂയ, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിന് ഒരു കാലത്തും മാറ്റമില്ല. ഏത് വിധേനയും വചനം വിശ്വസിക്കാൻ തയ്യാറാണോ? നീ സന്തോഷിക്കും. ആ സന്തോഷത്തെ തടയിടാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. അതുകൊണ്ട് ഇത്രയും ശക്തനും ശ്രേഷ്ഠനുമായ പൗലോസ് പറയുന്നത്, 13 ലേഖനങ്ങളുടെ കർത്താവായ പൗലോസ് പറയുന്നത്, ഞാൻ ഇനിയും. പൗലോസിന് വല്ല പ്രസംഗത്തിന്റെ കുറവുണ്ടോ? അല്ലേ? അത്രയ്ക്ക് ജ്ഞാനിയല്ലേ?
പക്ഷെ പൗലോസ് പറയുക, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കും. ഇന്ന് പകൽ എത്ര പേരെ സന്തോഷിപ്പിക്കും? കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത് എത്ര പേരെ സന്തോഷിപ്പിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശിഷ്യന്മാരെ കുറിച്ച് എഴുതിയിരിക്കുക, അവര് കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. ആമേൻ. ഈ നാളുകളിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആമേൻ, മറുപടി ലഭിക്കുമ്പോൾ സന്തോഷിക്കണമെന്ന് മാത്രമല്ല, ഉത്തരം കിട്ടുമ്പോൾ സന്തോഷിക്കണമെന്ന് മാത്രമല്ല, എന്നാൽ ആ കർത്താവിനെ കാണാൻ ഉള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. യെസ്, ആമേൻ. നമ്മുടെ സന്തോഷം പരിപൂർണമാകുന്നത് നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ മടങ്ങി വരുമ്പോഴാ. ആമേൻ, സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാൽ, പ്രിയമുള്ളവരെ, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രതീക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയും. അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഓർപ്പിക്കുക, നാം ദൈവമക്കളാകുന്നു. നമ്മൾ എന്തായി തീരുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് മടങ്ങി വരും. എത്ര വിശ്വസിക്കുന്നു? അവൻ മടങ്ങി വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഈ അറിവ് നമ്മുടെ അകത്ത് വേണം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ അരുമനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് ആ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം ആ കർത്താവിനെ കാണണമെന്നുള്ള ഒരുക്കത്തോടെ, ഉറപ്പോടെ മുൻപോട്ട് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.